ഹായ്, പ്രശാന്ത് പ്രഭുധൻ PCH. സുഹൃത്തുക്കളെ, ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം കല്ലെറിയേണ്ടവർക്ക് കല്ലെറിയാം, കൈയടിക്കേണ്ടവർക്ക് കൈയടിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കാണുന്ന ഒരേ ഒരു കാര്യം, ആൽവിൻ ജോസിനെ തൂക്കി, മൊട്ടയെ തൂക്കി, അവൻ കള്ളത്തരമാണ് പറഞ്ഞ് അവൻ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. എന്തും ആയിക്കോട്ടെ, പുള്ളി എന്ത് തെറ്റാ ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സാധാരണക്കാരൻ്റെ ചിന്താഗതിയിൽ നിന്ന് ചിന്തിച്ചിട്ട് എനിക്കത് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഡെയിലി ലൈഫ് കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് വീഡിയോസായിട്ട് റീൽസും കാര്യങ്ങളുമായിട്ട് ഇടുന്നുണ്ട്. അത് കണ്ടിട്ട് തന്നെ ആയിരിക്കണം ഒരുപാട് ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. എല്ലാ വീഡിയോസും മില്യൺ വ്യൂവേഴ്സാണ്. എല്ലാം മില്യൺസിന് മേളിലാണ് വ്യൂവേഴ്സ്. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇതൊന്നും ഇല്ല എന്ന് തന്നെ കരുതുക. ഈ വാടക വീട്ടിൽ കിടന്നുകൊണ്ട് 2 കാറ് വെച്ചുകൊണ്ട് ഇത്രയൊക്കെ ഹൈഫൈ ലൈഫ് കാണിച്ച് നമ്മളെയൊക്കെ കൊതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എനിക്കത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടോ ഇത് കണക്കൊക്കെ എങ്ങനെ ആകാൻ സാധിക്കും, എങ്ങനെ ഇങ്ങനെയൊക്കെ ആയി, നമുക്ക് എങ്ങനെയെങ്കിലും ആകാൻ പറ്റുമോ? കാര്യം ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് ഉയർന്ന് ചിന്തിക്കാനുള്ള സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് തന്നെ ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ മാത്രം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ കാണിച്ച് നമ്മളെ കൊതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. പിന്നെ നമ്മൾ എന്തിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞക്ക് അദ്ദേഹത്തിൻ്റെ പഴയ കാര്യം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒന്നും പറയേണ്ട കാര്യമില്ല. നമുക്കൊരു വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ന്യൂസ് കേൾക്കുമ്പോഴോ അതിൽ നിന്ന് എന്ത് പോസിറ്റീവായിട്ടൊരു കാര്യം കിട്ടുന്നു അത് മാത്രം നമ്മൾ എടുക്കുക. നെഗറ്റീവായിട്ടുള്ള സാധനം നമ്മൾ വിട്ട് കളയുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എത്രയോ പേര് തൂങ്ങിച്ചാകാൻ നടക്കുന്നു, ഡിപ്രഷൻ അടിച്ച് നടക്കുന്നു, ടെൻഷൻ അടിച്ച് നടക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഇത് കണക്കൊക്കെ കാണിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് പവർ അത് വേറെ ലെവലാണ്. ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഏമാൻ, ആരൊക്കെ നിങ്ങളെ എതിർത്തെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല. നിങ്ങളോട് എനിക്ക് പേഴ്സണലായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, എനിക്ക് അറിയത്തുമില്ല. പക്ഷേ നിങ്ങളുടെ വീഡിയോയും കാര്യങ്ങളും കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ബിഗ് സല്യൂട്ട് എൻ്റെ വക.